രാവിലെ എഴുന്നേറ്റ് അവിടെ തന്നെ വന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ചേരം മറാത്തൊക്കെ പോയി മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കാന്ന് വിചാരിച്ചേ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് KCB-ക്കാർ രാത്രി കറണ്ട് വരുന്നുണ്ട്. നല്ല രീതിക്ക് ഉറക്കമൊക്കെ വളരെ വൈകിയാട്ടോ. അതുകൊണ്ട് തന്നെ മക്കൾ രണ്ടുപേരും നല്ല ഉറക്കാണ്, അവർ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ കുറച്ചേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് പിന്നെ വേഗം തന്നെ വന്ന് സിറ്റൗട്ടും കുറച്ചും അടിച്ചു വരിടാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ അത് അടിച്ചു വരാൻ വേണ്ടി പോവാണ്. അങ്ങനെ സിറ്റൗട്ടിക്ക് അങ്ങനെ ചവിട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ചെരുപ്പൊക്കെ എടുത്ത് ഒതുക്കി വെക്കാണ്. അങ്ങനെ അടിച്ചു വരാൻ തുടങ്ങാണ്. സാധാരണ ദിവസങ്ങളിൽ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കലാണ് കേട്ടോ. ഇന്നിപ്പോ എനിക്ക് എഴുന്നേറ്റ് വന്നപ്പോ തന്നെ എന്തോ ഇവിടെ വൃത്തിയാക്കാനായിട്ട് തോന്നി. അങ്ങനെ ഞാൻ വേഗം ഇവിടെ വൃത്തിയാക്കുന്നതാണ്. വലിയ ചവറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഇതാ ഈ ഒരു മുറ്റത്തായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും സിറ്റൗട്ടും പോർച്ചും നീറ്റാക്കിയപ്പോ അവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ എല്ലായിടത്തും ക്ലീൻ ആയി കഴിഞ്ഞപ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഗൈസ്. അങ്ങനെ പിന്നെ ചവിട്ടികളൊക്കെ എടുത്തിട്ടപ്പോഴേക്കും അയറക്കുട്ടി ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഹോളിൽ വന്നപ്പോൾ അവിടെ ഒന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ റൂമിൽ ഒന്ന് നോക്കിയപ്പോ കിടന്ന കംഫർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കാണ്. പിന്നെ അതൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിച്ചണിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇന്ന് നമ്മൾ ചായക്ക് ഉണ്ടാക്കുന്നത് എന്താണ്, പുട്ടും കടലയാണ് കേട്ടോ. അപ്പൊ കടല അമ്മായി നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എന്തേ കടലക്കറി ഒക്കെ ആക്കുന്നുണ്ട്. അതിന്റെ കൂടെ നിന്ന് പുട്ടായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ പുട്ടും കടലയും ചായക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ എന്റെ ഉച്ചക്കത്തേക്ക് കുറച്ച് മാമ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇത് വാപ്പിച്ച് വീട്ടിൽ നിന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല ചപ്പിക്കുടിയ മാങ്ങ കഴിച്ച്. നമ്മുടെ ഇവിടെ ചപ്പിക്കുടിയ മാങ്ങ എന്നിട്ട് പറയണത്. നിങ്ങളുടെ ഇവിടെ എന്താ പറയുക വെച്ചാൽ കമന്റ് ചെയ്യുക. അങ്ങനെ പിന്നെ ഇതാ ഞാൻ എന്താണ് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഉച്ചക്കത്തേക്കും കാലത്തേക്കുള്ള പരിപാടികൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.